മാഷേ, നമസ്കാരം. നമസ്കാരം. തീക്കട്ടയിൽ ഉറുമ്പരിക്കാറുണ്ടോ? തീക്കട്ടയിൽ എങ്ങനെ ഉറുമ്പരിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ധീരന്മാരായ ഉറുമ്പുകൾ അവതരിച്ചിട്ടുണ്ടോ എന്നാണ് ധീരനാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഉറുമ്പ് തീക്കട്ടയിൽ കയറി അരിക്കാൻ ശ്രമിച്ചു. റംഷാദ് ഷാജഹാൻ എന്നാണ് ആ ഉറുമ്പിൻ്റെ പേര്. സംഭവം ഞാൻ ഒന്ന് വിശദമാക്കാം. നമ്മുടെ സാക്ഷാൽ അബ്ദുൾ നാസർ മദനിയെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഭൂമി മലയാളത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സുഖമില്ലാതെ കിടക്കുന്ന പിതാവിനെ ശുശ്രൂഷിക്കാൻ വന്ന ഒരു ഹോം നേഴ്സാണ് ഈ റംഷാദ് ഷാജഹാൻ. റംഷാദ് ഷാജഹാൻ ചെയ്ത പണി, ഇദ്ദേഹം തിരുവനന്തപുരം പാറശാല കൊറ്റാമം സ്വദേശിയാണ്. വളരെ ചെറുപ്പമാണ്, 23 വയസ്സേ ഉള്ളൂ. ഇയാൾ ചെയ്ത പണി എന്ന് പറയുന്നത് അബ്ദുൾ നാസർ മദനിയുടെ വീട്ടിൽ നിന്ന് 7 പവൻ സ്വർണവും 7500 രൂപയും മോഷ്ടിച്ചുകൊണ്ട് പോയി. അവസാനം ഇത് സ്വർണം നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കി മദനിയുടെ മകൻ, മദനി ട്രീറ്റ്മെൻറ്റിലാണല്ലോ, അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ, ആരോഗ്യം മോശമാണ്, ആശുപത്രിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ സലാഹുദ്ദീൻ അയ്യൂബി എളമകര പോലീസിന് പരാതി നൽകി. അങ്ങനെ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതിനകത്ത് കുറച്ച് കടുത്ത ഒരു സംഗതി, ഈ റംഷാദിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു. 2 മോതിരം അയാളുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു. പിന്നെ ഒരു കൈച്ചെയിൻ, സ്വർണ്ണ കൈച്ചെയിൻ ഉണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്. ആ സാധനം ആശാൻ മലദ്വാരത്തിലാണ് ഒളിപ്പിച്ചിരുന്നത്. പോലീസ് അത് കണ്ടെടുത്തു. അപ്പോൾ ഇയാളെക്കുറിച്ച് തുടരന്വേഷണം നടത്തി വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാൾ 35 കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരത്ത്. ഇത് നിസ്സാര കാര്യമായിട്ട് നമുക്കങ്ങനെ കേൾക്കുമ്പോൾ ഒരു വാർത്ത എന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് മദനിയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കണമെങ്കിൽ ഇവൻ ആരായിരിക്കണം? അബ്ദുൾ നാസർ മദനിയെ അറിയാതെ അല്ലല്ലോ അവിടെ ജോലിക്ക് വന്നത്. എന്നിട്ട് അവിടെ കയറി മോഷ്ടിച്ചെങ്കിൽ അവൻ ആരായിരിക്കും? മാഷിന് എന്താ തോന്നുന്നത്? ഇതിപ്പോൾ സാധാരണഗതിയിൽ ഒരു വാർത്ത പോലുമല്ല. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പലരും ആ വീട്ടിൽ നിന്ന് മോഷണം നടത്തി കടന്നു കളയാറുണ്ട്. ചിലതൊക്കെ പിടിക്കപ്പെടും, അതിൽ വിശേഷമൊന്നുമില്ല. പക്ഷേ ഇതിൽ വാർത്തയാകുന്നത് ഇത് അബ്ദുൽ നാസർ മദനി എന്നൊരു ഫാക്ടറിയിലുള്ളത് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടെ പ്രത്യക്ഷമായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല, അദ്ദേഹം ആശുപത്രിയില്ല. പക്ഷേ മദനിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ ധൈര്യം കാണിക്കുന്നവൻ ചില്ലറക്കാരനല്ല. ഒന്നും ചില്ലറക്കാരനല്ല. ഒന്നാമത്തെ കാര്യം, മദനി ആരോഗ്യത്തോടെ നിന്ന കാലത്ത് ഇവരൊന്നും അതിന് ധൈര്യപ്പെടില്ല. 1. 2, അവൻ നൽകുന്നൊരു പാഠം, മദനി ഇനിയില്ല, അല്ലെങ്കിൽ നിങ്ങളാ പഴയ പ്രതാപമൊക്കെ എന്താ അതിന് പറയുക, ഒരു പഴയ ഫയർ ബ്രാൻഡ് മദനി ഉണ്ടല്ലോ, ആളുകളെ വിറപ്പിച്ചും ഒക്കെ നിലകൊണ്ടിരുന്ന ഭീകരവാദിയായൊരു മദനി ഇനി ഇല്ല കേട്ടോ. സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത, അല്ല മീൻസ് സ്വന്തം വീട്ടിലെ സ്വർണവും പണവും, സ്വന്തം വീട്ടിലെ സുരക്ഷ പോലും നോക്കാൻ കെൽപ്പില്ലാത്ത ഒരാളാണ്. പണ്ട് ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ ആയിട്ട് കേരളം മുഴുവൻ നടന്ന് ഉറപ്പിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ ഇല്ല എന്നൊരു രാഷ്ട്രീയ പാഠം അതിനുണ്ട്. വേറൊരു പാഠം ഇതിനോട് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം ഈ മോഷണം നടത്തിയിട്ട് സ്വർണം 6-7 പവനാണ്, അത് കടത്തിക്കൊണ്ടു പോകാൻ എന്തെല്ലാം വഴിയുണ്ട്. സമീപകാലത്ത് നമ്മുടെ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് നൽകുന്ന വലിയ ആവർത്തിച്ചുള്ള വാർത്തകളുണ്ടല്ലോ, വളരെ ജുഗുപ്സാവഹമായ വാർത്തകൾ. ഇപ്പോൾ സുരക്ഷിതമായിട്ട് സ്വർണം കടത്തിക്കൊണ്ട്, സുരക്ഷിതം മീൻസ് അവർക്ക് സുരക്ഷിതമായിട്ട് പിടികൊടുക്കാതെ, കസ്റ്റംസിന് പിടികൊടുക്കാതെ, സ്കാനറിന് വഴങ്ങാതെ സ്വർണം കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ആഗോള സാങ്കേതിക വിദ്യയായിട്ട് ഈ സ്വർണ്ണക്കടത്തുകാർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഈ മലദ്വാര സിദ്ധാന്തം. അത് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വാർത്തയാക്കും, എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കും. ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്തയുടെ ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഒരാളെ അങ്ങനെ മലദ്വാരത്തിലൂടെ സ്വർണം കടത്തിയത് കണ്ടുപിടിച്ചാൽ പിന്നെ അത് വീണ്ടെടുക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടില്ലേ, ലൈവായിട്ട് മീഡിയ കൊടുക്കുന്നു. ഇതുണ്ടാക്കുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ ഈ ആത്മഹത്യകൾ നിരന്തരമായിട്ട് കാണുമ്പോൾ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന പ്രവണതയുണ്ട് പോലെ, ഈ സമർത്ഥമായ മോഷണങ്ങളും കൊള്ളയൊക്കെ കാണുമ്പോൾ അതുപോലെ കൊള്ളയടിക്കാൻ തോന്നുമെന്ന് പറയുന്ന പോലെയാണ് സ്വർണം കടത്താനുള്ള ഒരു
മാർഗമായിട്ട് നല്ല ഒരു എളുപ്പമുള്ള മാർഗം അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞൊരു മാർഗം വേണം. മാത്രമല്ല ഇദ്ദേഹത്തിന് വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതെ അതെ. അപ്പൊ ഭാവിയിലും ഇദ്ദേഹത്തിന് അനുഷ്ഠിക്കാവുന്ന ഒരു സ്വീകരിക്കാവുന്ന അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡായിട്ട് പരീക്ഷണത്തിനാണ് മദനിയുടെ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മുടെ പുതിയ കാലത്തെ ഒരു പ്രവണത കൂടിയുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിൽ നടക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അതിൻ്റെ ഒരു നൂതന സാങ്കേതിക വിദ്യ എല്ലാ കള്ളന്മാരും വിനിയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അപകടം കൂടി ഈ വാർത്തക്കുണ്ട്. പണ്ട് ആരെങ്കിലും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 7 പവനാണ് മൊത്തം ഉണ്ടായിരുന്നത്, 2 മോതിരാണെന്ന് പറയുന്നു, ബാക്കിയുള്ളത് ഇപ്പോൾ ഒരു 4-5 പവൻ ഉണ്ടാവുമെന്ന് വെച്ചോളൂ. 4-5 പവനുള്ളൊരു ചെയിനെ കടത്തിക്കൊണ്ട് പോകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് രാജ്യം വിട്ടു പോകുന്നില്ല. മാഷ് ഇത് പറഞ്ഞപ്പം എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. 97-98 കാലത്താണ് ഞാൻ ഡിഗ്രി പഠിച്ചിറങ്ങിയ സമയത്ത് തിരുവനന്തപുരത്ത് പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ഈ ജയിലിനകത്ത് അറിയാമല്ലോ, മയക്കുമരുന്നൊക്കെ സുലഭമായിട്ട് കിട്ടും, പുറത്ത് കിട്ടുന്നത് പോലെ തന്നെ അകത്തും കിട്ടും. അപ്പോൾ ഒരു സ്ഥിരം കുറ്റവാളി, ഈ കഞ്ചാവ് കടത്തുന്ന ഒരുത്തൻ, പിന്നെ കഞ്ചാവ് കടത്തിന് പിടിയിലായി ജയിലിൽ കിടക്കുകയായിരുന്നു. അവനിടയ്ക്ക് പരോള് കിട്ടി പുറത്തു പോയി. സാധാരണ ഇത്തരക്കാർക്ക് അങ്ങനെ പരോള് കൊടുക്കാറില്ല, പക്ഷേ ഇവന് ചെറിയ അളവിലെന്തോ പിടിച്ച് അതിൻ്റെ ശിക്ഷയായിരുന്നു. ഇവൻ പരോള് കിട്ടി പുറത്തു പോയി. അപ്പോൾ പുറത്തു പോയ സമയത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പം ഇവൻ കഞ്ചാവും ഉണ്ടാവില്ല. അന്ന് അത് ഇവനെ പരിശോധിച്ചിട്ട് ഇവൻ്റെ ശരീരത്തിലെങ്ങും കഞ്ചാവില്ല, പോക്കറ്റിലോ ഇതിലോ ഒന്നും ബാഗിലോ ഒന്നും കഞ്ചാവില്ല. അവസാനം ഇത് ഒരു ജയിൽ വാർഡൻ ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നു, സാറേ അവൻ കഞ്ചാവ് വന്നിരിക്കുന്നത്, അവൻ്റെ കയ്യിൽ കഞ്ചാവുണ്ട്. അവസാനം ഇവർ എന്ത് ചെയ്തിട്ടും ഇവന് 2 അടിയൊക്കെ കൊടുത്തു നോക്കി. ഇവൻ സാറേ എൻ്റെ കയ്യിലൊന്നുമില്ല, ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്നൊക്കെ വലിയ ന്യായീകരണം. അവസാനം ഈ ജയിൽ വാർഡനും സൂപ്രണ്ടും എല്ലാം കൂടെ ചേർന്ന് ഇവനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ, അപ്പോൾ അവന് മനസ്സിലായി ഈ മലദ്വാരത്തിൽ പരിശോധന നടത്തുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ മലദ്വാരത്തിൽ തൊട്ടാൽ ഞാൻ കേസ് കൊടുക്കും, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ കേസൊക്കെ കൊടുത്താൽ പുലിവാലാവും. അന്ന് ഇതൊക്കെ വലിയ വിഷയമായിരുന്നു. അവസാനം എന്ത് ചെയ്തു, ഈ വാർഡൻ 2ഉം കൽപ്പിച്ച്, അന്നത്തെ 2-3 വാർഡന്മാർ 2ഉം കൽപ്പിച്ച് ഇവനെ അങ്ങോട്ട് പിടിച്ച് കിടത്തി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. അപ്പം എക്സ്റേ എടുത്തപ്പം സംഭവം അകത്തുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇവനെ പിടിച്ച് ബലമായിട്ട് പിടിച്ചു പരിശോധിച്ച് ഇത് കണ്ടെടുത്തു. കാരണം ഇത് കണ്ടെടുത്തില്ലെങ്കിൽ ഇവർക്കെതിരെ വലിയ കുറ്റം വരും. ഇവർ ഇങ്ങനെ ഈ എന്താ പറയുക, ഈ നമ്മൾ ഈ ബലാത്കാരം ചെയ്യുന്നത് പോലൊരു സംഗതിയാണ്, പീഡനമാണ്. അപ്പോൾ അതുകൊണ്ട് കുറ്റം വളരെ ഗുരുതരമായ കുറ്റമാണ്. പക്ഷേ അവർക്കത് കണ്ടെടുത്തത് കൊണ്ട് അവനെ ചാർജ് ചെയ്യാൻ പറ്റി. അന്ന് പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് 97-98 ആണെന്നാണ്. അതുകൊണ്ട് ആ വാർത്തയാണോ ഇവർ പിന്നെ സിനിമയാക്കിയത്? ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ വന്നില്ലേ? പിന്നീട് ഇതൊക്കെ പല സിനിമകളിലും വന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഈ ആക്റ്റിൽ, നിയമത്തിൽ തന്നെ ഇത്തരത്തിൽ സ്വർണവും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കടത്തുന്ന ആൾക്കാരെ പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ പരിശോധിക്കാം, ഇതെടുക്കാം എന്നൊക്കെയുള്ള നിയമ ഭേദഗതിയൊക്കെ അതിനകത്ത് വന്നു. എന്തായാലും ഇപ്പോൾ ഇതിവിടെ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. മാഷിപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തുള്ള സകലമാന കള്ളന്മാരും ഇത് പിന്നെ ഇങ്ങനെ ഇത് ചെയ്യും, എന്താ കടത്തും, എന്നിട്ട് അതിങ്ങനെ ഒളിപ്പിക്കും, ശരീരത്തിൽ ഒളിപ്പിക്കും എന്നൊരു മെസ്സേജ് ഇതിനകത്ത് ഉണ്ട്. മാഷിന് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട പാഠം. ഇതിൻ്റെ സാമൂഹ്യ പാഠം അതാണ് ശരിക്കും. ഇതിൻ്റെ രാഷ്ട്രീയ പാഠം മറ്റു ചിലത് കൂടിയാണ്. ഒന്ന്, ഈ മദനിയുടെ പേര് ഇനിയുള്ള കാലത്ത് വാർത്തകളിൽ വരാൻ ഇതേ വഴിയുള്ളൂ. ഇങ്ങനെ ചിലതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള പെറ്റി കേസുകൾ, വൃത്തികെട്ട കേസുകൾ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ മദനിയുടെ വീടാണ്, മദനിയുടെ ഉപ്പാൻ്റെ ബന്ധുക്കളാണ്, കുടുംബമാണ് എന്ന് വരാനിടയാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും മദനിയുടെ അനുയായികൾക്ക് ഒട്ടും ഗുണകരമല്ല. അവർക്ക് ഇനി ചെയ്യാവുന്നൊരു കാര്യം, ഈ മാതിരി എന്ത് വൃത്തികേടുകൾ വന്നാലും മദനിയുടെ പേര് പരാമർശിക്കരുതേ എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക, അതിനാവശ്യമായ ഏർപ്പാടുകൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, മദനിയുടെ കൂടെ മദനിയുടെ ഒരു ഫാദറിനെ ശുശ്രൂഷിക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കുമ്പോൾ അവരുടെ പഴയ സമ്പ്രദായം വെച്ചിട്ട് ആരെങ്കിലും ഒന്നും അവർ വെക്കൂല. ഇയാൾ ആരാണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടേ വെക്കൂ. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ വലിയൊരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ അവിടെ ജോലിക്ക് വെക്കുന്നെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആത്മബന്ധമോ ആത്മീയ ബന്ധമോ രാഷ്ട്രീയ ബന്ധമോ ഒക്കെ ഉള്ളവരാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്.
ഇദ്ദേഹം കൂടെ കൊണ്ട് നടന്ന ഈ പറഞ്ഞ വീരശൂര പരാക്രമികളായിട്ട് വലിയ കരിമ്പൂച്ചകളൊക്കെ ആയിട്ട് കൂടെ കൊണ്ട് നടന്ന ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പലരെയും ഇദ്ദേഹം വലിയ തോതിൽ പണം കൊടുത്ത് പോറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. ശമ്പളം കൊടുത്ത് കൊണ്ട് കിടന്നതാണ് പലരും. ആ സംഘങ്ങളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ? വളരെയധികം സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വളരെ അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ അതിന്റെ ഒടുവിലത്തെ ഒരു പാഠം കൂടി ഉണ്ട്. അബ്ദുൽ നാസർ മദനി പതുക്കെ വിസ്മൃതിയിലേക്ക് മാറുകയും അദ്ദേഹം രോഗിയായി തീർന്നു. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ തന്നെ ഒരു പണി തുടങ്ങി. പിന്നെ ജയിലിലായിരുന്ന കാലത്ത് അദ്ദേഹത്തെ മുൻനിർത്തി ഇവർക്ക് ഇഷ്ടംപോലെ പണം പിരിക്കാമായിരുന്നു. അതുകൊണ്ട് പാർട്ടി എന്ന വ്യാജേന പണം പിരിക്കാമായിരുന്നു. ഇപ്പൊ അതിന്റെ സാധ്യതയും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പതുക്കെ എനിക്ക് തോന്നുന്നു ആ ക്രിമിനൽ സംഘങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് സ്കാറ്റേഡ് ആയിട്ട് ഡിസ്പോസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. ജാഗ്രതയോടെ ഓർക്കേണ്ട കാര്യം, മദനിയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ചെതറിപ്പോയിരിക്കുന്നത് എന്ന് പതുക്കെ അറിയാവുന്നവരൊക്കെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ളവർ, എറണാകുളം തൊട്ട് തെക്കോട്ട്, ഏറ്റവും ചുരുങ്ങിയത് ആലുവ തൊട്ട് മൈനാഗപ്പള്ളി വരെയുള്ള കരുനാഗപ്പള്ളി പ്രദേശത്ത് ഇപ്പൊ അതിന്റെ കുറച്ചുകൂടി തെക്കാണെന്ന് തോന്നുന്നു എന്റെ വീട്ടില്, പാറശാല വരെയാണ്. ഇയാളെ വീട് പാറശാലയല്ല, തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയാണ്, തമിഴ്നാട് എത്തി. അപ്പോ മദനിയുടെ കൂടെ നിന്നിരുന്ന ആളുകൾ, പണ്ട് നിന്നിരുന്ന ആ ക്രിമിനൽ സംഘങ്ങളൊക്കെ, അല്ലെങ്കിൽ മദനിയുടെ സംരക്ഷകരായിട്ട് വല്ല ബന്ധം ഇയാൾക്കുണ്ടോ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അതറിയാതെ അന്വേഷിക്കാതെ ഒന്നും അങ്ങനെ കണ്ടവരെയൊക്കെ വെക്കൂലല്ലോ പാപ്പ. എന്തായാലും പോലീസ് ആളെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. അതിൽ നാട്ടുകാർ കാണിക്കേണ്ട ഒരു ജാഗ്രത പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ ആളുകളെയൊക്കെ നാട്ടുകാർക്ക് അറിയാലോ, സ്വന്തം നാട്ടുകാർക്ക് അറിയാലോ, ഈവൻ മദനിയുടെ ആളായിരുന്നു അറിയാലോ. അവരുടെയൊക്കെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ, ഇദ്ദേഹം ശീലിച്ചു വെച്ച പരിശീലനം കൊടുത്ത ഒരു രീതിശാസ്ത്രം ഉണ്ടാവും. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആശയവും നേതൃത്വവും മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ആ കൾച്ചറും ആ പ്രാക്ടീസും പോയിട്ടുണ്ടാവില്ല. അത് വലിയ സാമൂഹ്യദ്രോഹികളായിട്ട് അവർ രംഗത്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഇത്രയേറെ ക്രിമിനൽ കേസുകളിൽ ഒരാൾ ഹോം നേഴ്സ് ആണെങ്കിൽ പോലും പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വലിയ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. മദനിയുടെ ആൾക്കാർ എന്ന് പറയുന്ന വലിയ ആൾക്കൂട്ടം എവിടെ പോയിരിക്കുന്നു? അവരെവിടെയും പോയിട്ടില്ല. നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെ അവരൊക്കെ ഉണ്ട്. അത് വെളിച്ചത്തല്ലെങ്കിൽ ഇരുട്ടത്ത് അവർ അവരുടെ പണി അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർത്തിരിക്കും. എന്തായാലും പോലീസ് കൂടുതൽ ജാഗ്രതയോടെ അന്വേഷിക്കട്ടെ. ഇതിന്റെ ഇയാൾ ആരാണ്, എന്താണ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. തീർച്ചയായും നമുക്ക് അത്രയും കരുതാം. ശരി.